ഇമ്മാനുവിന്റെ ആദ്യ കുർബാന സ്വീകരണമാണ് കേട്ടോ. ഇതേ പോണ്. ഈശോനെ സ്വീകരിക്കാൻ സന്തോഷാണോ, പേടിയാണോ, എക്സൈറ്റ്മെന്റ് ആണോ, എന്താണ്? കൺഫ്യൂഷനോ? ഡാഡിതേ ഒന്നുണ്ട്. ഇവൻ ഇമ്മാനുവിന്റെ ഫോട്ടോ. സൂപ്പർ, അടിപൊളി. ആ വാ പോവാ. അപ്പൊ ഞാനും ഗ്രേസ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ആദ്യം ഇവനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് പിന്നെയാണ്. അപ്പോൾ ഒരുമിച്ച് എല്ലാവർക്കും കൂടി വരാൻ പറ്റില്ല രാവിലെ തന്നെ. അപ്പോൾ സ്റ്റീവ് ഉറങ്ങാം അങ്ങനെ. അപ്പൊ ഞങ്ങളിവിടെ എത്തി. വാ അമ്മയോ? ഇവിടെ ഡാഡി ദേ പൂവൊക്കെ വെച്ച് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. പിന്നെ റോസ്മേരിയുടെ അമ്മയും അനിയനും അപ്പയൊക്കെ വരും. അപ്പോൾ അവർക്കുള്ള ചായയും എല്ലാവർക്കുള്ള ചായയും അങ്ങനെ റെഡിയാക്കി. പിന്നെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാൻ വരുന്നതിൻ്റെ ഇടയിൽ ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇമ്മാനുവിൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് അവനത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ഇവനെ പള്ളിയിലേക്ക് കൊണ്ടാക്കണം. സർവശക്തന്റെ കാണലിൽ കഴിയുന്നവനോ വാക്യങ്ങൾ. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും സ്തുതി കൊടുത്തിട്ട് അവനെ പള്ളിയിലേക്ക് കൊണ്ടാക്കാൻ പോവാണ്. പിന്നെ കുർബാന കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയമാകുമ്പോ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയാൽ മതിട്ടാ. അപ്പോൾ അതേ ഇമ്മാനുവിനെ ഡാഡി കൊണ്ടാക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഗ്രേസും ഫുഡ് കഴിച്ചു. ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോയി അമ്മയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ സ്റ്റീവിനും ഗ്രേസിനെയും ഒക്കെ റെഡിയാക്കി ഞങ്ങളൊക്കെ റെഡിയായി. ഞങ്ങൾ ദേ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ പള്ളിയിൽ പോണേക്കാൾ മുമ്പ് വണ്ടിയിൽ ഡീസലൊക്കെ നിറച്ച് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ആഘോഷങ്ങളും അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ ഫാമിലി, ജാസ്മിയുടെ അപ്പനമ്മയും പിന്നെ റോസ്മേരിയുടെ ഫാമിലി, അങ്ങനെ ഞങ്ങൾ മാത്രമുള്ളൊരു കുടുംബം അടങ്ങിയൊരു പരിപാടിയാണ്. വർഷങ്ങളിങ്ങനെ ചെടപെടാന്ന് പറഞ്ഞു പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളായിരുന്നു കേട്ടോ ഇമ്മാനുവിൻ്റെ മാമോദിസ മാതാപിതാക്കൾ, അതായത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് അവന് 4 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിന്നത്തെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മാനുവിൻ്റെ മാമോദിസയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തല തൊട്ടത് ഇവനെയാണ് കേട്ടോ. എൻ്റെ മൂത്ത ചേട്ടനും ജാസ്മിനും പിള്ളേർക്കൊന്നും എത്താൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ അനിയൻ തന്നെ വന്നത്. അവൻ 4 ദിവസത്തിന് ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നത്. മാറി നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് അവർ വന്നില്ല. അപ്പോൾ അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. തോമസ് ജോബിൻ്റെയും ജെയ്സി ജോബിൻ്റെയും മകനാണ്. ഇമാനുവൽ ഒരു ചിത്രരചനയാണ് ഇമാനുവലിൻ്റെ ഹോബി. ഇമാനുവൽ ഒരു എഞ്ചിനീയറായിട്ട് തീരണം എന്നാണ് ആഗ്രഹം. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. അങ്ങനെ പള്ളിയിലത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല അടിപൊളി വെയിലാണ് കേട്ടോ, നല്ല ചൂടും ഉണ്ട്. അപ്പം ഇനി വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം. അപ്പം അങ്ങനെ ആദ്യ കുർബാന സ്വീകരണം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മമ്മി കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വീട്ടിൽ ചെന്നിട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. സ്റ്റീവ് ആണെങ്കിൽ സ്റ്റീവിൻ്റെ ടോയൊക്കെ കൊണ്ട് വന്നായിരുന്നു. അപ്പം അതും കൊണ്ട് അകത്തേക്ക് ഓടിയിട്ടുണ്ട്. ഇമ്മാനുവിൻ്റെ
ഇമാനുവിൻ്റെ സ്നാക്സ് ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതേ ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന പരിപാടികളിലാണ്. നല്ല ചൂടായതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിടാനുള്ള ഒരു ധൃതിയിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇമാനുവിൻ്റെ കുർബാന സ്വീകരണം കഴിഞ്ഞ എൻ്റെ ഫോട്ടോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അവന് വിഷസൊക്കെ അറിയിച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നിങ്ങളുടെ വിഷസിനും പ്രാർത്ഥനയ്ക്കൊക്കെ താങ്ക് യു. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടനും ജാസ്മിനും പിള്ളേരൊക്കെ വീഡിയോ കോൾ വിളിച്ച് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് പ്ലാൻ ചെയ്തേക്കണേ. ഹാപ്പി കുർബാന സ്വീകരണം. അതിന്റെ കുർബാന സ്വീകരണം. ഹാപ്പി ഹോളി കമ്മ്യൂണിയൻ ടു യു. ഹാപ്പി ഹോളി കമ്മ്യൂണിയൻ ടു യു. പശുമ ഇടൂ, നീ ഉണ്ടായോന്ന് അറിയില്ല വീഡിയോയില്. അമ്മ ഒരു വാശം കൂടി വെച്ചു കൊടുക്കാം. അമ്മ മതി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ഇടയിൽ ഫുഡ് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്ത് ചെയ്യും അങ്ങോട്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ എത്തി, വണ്ടി ഒക്കെ തിരിച്ചു പോയിട്ടാ. അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് എടുക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ പകർത്തുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി കറികളൊന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇനി ഫസ്റ്റ് ഇത് എല്ലാവരെയും ഇരുത്തി ഫുഡ് കൊടുക്കാനുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഇരിക്കാമെന്ന് വിചാരിക്കണം. പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഫുഡല്ല ഇന്ന്. പക്ഷെ കുറച്ച് ഡോക്ടറിൻ്റെ പെർമിഷനോട് കൂടി കുറച്ച്, അങ്ങനെ അധികം ഫുഡ് അല്ലെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഗ്രേസിനെ ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ കാരണം രണ്ടുപേരും സ്റ്റീവനും ഗ്രേസും അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇമ്മാനുവിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ സ്റ്റീവിന് വാരി കൊടുക്കാണ് കേട്ടോ. ഗ്രേസിന് അമ്മയുടെ കൂടെ, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇരിക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ ഇരുന്ന് വരയും അങ്ങനത്തെ കാര്യങ്ങളിൽ അവളും ബിസിയാണ്. അപ്പോൾ ഇനി സ്റ്റീവിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോഴേക്കും അവരുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ സ്റ്റീവ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ അങ്ങനെ കളിച്ചോളും. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ജാസ്മിൻ്റെ അപ്പനമ്മേനൊക്കെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അധിക നേരം നിന്നില്ലായിരുന്നു, കാരണം നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അമ്മേൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ വീട്ടിലെത്തി. അമ്മയ്ക്ക് രാവിലത്തെ ഫുഡ് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അമ്മയ്ക്ക് സിനിമ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ ഓക്കെയാണ്. പിന്നെ നമ്മുടെ വീട് അടുത്തായതുകൊണ്ടും അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. അമ്മയുടെ ഉറക്കവും ടി വി കാണലും ഒക്കെ ആയിരിക്കും, ഒക്കെ ആ ഒരു ഈ സമയത്താണ്. കാരണം രാത്രി അമ്മയ്ക്ക് ഉറക്കം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പകല് ഒരു ഉച്ച വരെ അമ്മ നല്ല ഉറക്കവും കുറച്ച് നേരം ടി വി കാണും, ഉറങ്ങും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വൈകുന്നേരമായി. ഇതേ ഞാൻ മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ലോണം ചവറി. 2 ദിവസമായിട്ടാണ് പുല്ലിലത്തെ ചവറൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എൻ്റെ വീട്ടിലത്തെ അകത്തെ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതും കൂടി ആയി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ തീരും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.